ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റഡി ഫോക്കസ് മലയാളം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന +1 എക്കണോമിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ചെയ്ത ടോപ്പിക്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ടോപ്പിക്കാണ് വാട്ട് ഈസ് എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്നത്, അല്ലേ? ഈ ടോപ്പിക്ക് പറയുന്നതിന് മുമ്പ് ലോകത്തിലെ പ്രശസ്തനായിരുന്ന എക്കണോമിസ്റ്റായ ആൽഫ്രഡ് മാർഷൽ സാമ്പത്തിക ശാസ്ത്രത്തിനെക്കുറിച്ച് ഒരു സെൻറ്റൻസിൽ പറയുന്നുണ്ട്. എന്താ നമുക്ക് നോക്കിയാലോ. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദി ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ഒരു മനുഷ്യൻ്റെ ഓർഡിനറി ലൈഫിൽ നടക്കുന്ന ഓർഡിനറി ബിസിനസ്സിനെ കുറിച്ചുള്ള പഠനമാണ് എന്നത് എക്കണോമിക്സ് എന്ന് ആൽഫ്രഡ് മാർഷൽ പറയുന്നത്. എന്തൊക്കെയായിരിക്കും ആ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ദി ബിഹേവിയർ ഓഫ് സെല്ലർ, വിൽക്കുന്നയാളുടെ സ്വഭാവ സവിശേഷത, കൺസ്യൂമർ ഉപഭോക്താവ്, പ്രൊഡ്യൂസർ നിർമ്മാതാവ്, സർവീസ് പ്രൊവൈഡർ ഓരോ ഗുഡ്സിനും കൊടുക്കുന്ന ആ സർവീസ് പ്രൊവൈഡർ എക്സെട്ര. ഇതാണ് അദ്ദേഹം പറയുന്നത്. നമ്മളിപ്പം എന്താണ് എക്കണോമിക്സ് എന്ന് പഠിച്ചു. ഇനി അടുത്തത് എന്തുകൊണ്ട് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എന്തുകൊണ്ട് സാമ്പത്തികം, വൈ എക്കണോമിക്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. അതിന് കൃത്യമായൊരു സാച്ചുറേഷൻ പോയിന്റ് ഇല്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റോ, റിസോഴ്സസ് ആർ സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ വളരെ ചുരുങ്ങിയതായിരിക്കും. ആ വിഭവങ്ങളിലും അതിൻ്റെ ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്നൊരു പ്രോബ്ലം വരുന്നു. എക്കണോമിക്സ് സ്റ്റഡീസ് ഹൗ ടു സാറ്റിസ്ഫൈ വിത്ത് ഹ്യൂമൻ വാണ്ട്സ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്നത് എന്തെന്നാണ് അൺലിമിറ്റഡായ ഹ്യൂമൻ വാണ്ട്സിനെ ലിമിറ്റഡ് റിസോഴ്സ് വെച്ച് അതിൻ്റെ ഓൾട്ടർനേറ്റീവ് യൂസസ് കൊണ്ട് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നാണ് എക്കണോമിക്സ് പഠിപ്പിക്കുന്നത്. ഇതുകൊണ്ടാണ് നമുക്ക് എക്കണോമിക്സ് വേണമെന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ്. 3 എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നിർമ്മാണം, കൺസംഷൻ എന്ന് പറയുമ്പോൾ ഉപഭോഗം, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നിർമ്മാണം. ഏതൊക്കെ? പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഇനി അടുത്ത ടോപ്പിക്കാണ് മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അർത്ഥം 2 രീതിയിലാണുള്ളത്. ഒന്ന് സിംഗുലർ സെൻസിലും പിന്നെ പ്ലൂറൽ സെൻസിലും. സിംഗുലർ സെൻസ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ കളക്ടിങ് ഡേറ്റ. ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്നതിനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സിനെയാണ് എന്ന് പറയുന്നത് സിംഗുലർ സെൻസ് എന്ന് പറയുന്നത്. പ്ലൂറൽ സെൻസിനോ ക്വാണ്ടിറ്റീവ് ഇൻഫോർമേഷൻ ഓർ ഡേറ്റ, അല്ലെങ്കിൽ ന്യൂമറിക്കൽ മെഷേഴ്സിലൂടെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പ്ലൂറൽ സെൻസിൽ പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് എക്കണോമിക് ഡേറ്റ. 2 എക്കണോമിക് ഡേറ്റയാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയും ക്വാളിറ്റേറ്റീവ് ഡേറ്റയാണുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറയുമ്പോൾ ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റകളെയാണെന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കുന്നത്? ഹൈറ്റ്, വെയ്റ്റ്, ഇൻകം, പ്രൈസ്, ടാക്സ് എക്സെട്ര. രണ്ടാമത്തെ ഏതാണ്? ക്വാളിറ്റേറ്റീവ് ഡേറ്റ. ഈ ഡേറ്റ നമുക്ക് ഒരിക്കലും ന്യൂമറിക്കൽ ടേംസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതിന് എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കുന്നതാണ് ഓണസ്റ്റി, ഇൻ്റലിജൻസ്, ആപ്റ്റിറ്റ്യൂഡ്, ബ്യൂട്ടി എക്സെട്ര. അടുത്ത ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു പ്രസൻറ്റ് എക്കണോമിക് ഫാക്ട്സ് ഇൻ എ പ്രിസൈസ് ആൻഡ് ഡെഫിനിറ്റ് ഫോം. എക്കണോമിക് ഫാക്ട്സിനെ അത് സിമ്പിളായിട്ടും ഡെഫിനിറ്റ് ഫോമിലേക്ക് ആക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ കണ്ടൻസിങ് മാസ് ഡേറ്റ ഇൻ ടു എ സിംഗിൾ ഫിഗർ. എന്ന് വെച്ചാൽ വലിയ ഡേറ്റയെ ഒരു സിംഗിൾ ഫിഗറിലേക്ക് ചുരുക്കാൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റോ, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻ എക്കണോമിക് പ്രോബ്ലം. എന്നാൽ സാമ്പത്തിക പ്രശ്നത്തെ മനസ്സിലാക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. നാലാമത്തെ പോയിന്റോ, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ഫൈൻഡ് ഔട്ട് ദി കോസസ് ഓഫ് എക്കണോമിക് പ്രോബ്ലംസ്. ഏതൊക്കെയാണ് എക്കണോമിക് പ്രോബ്ലംസ്, അതിൻ്റെ കോസസിനെ കണ്ടുപിടിക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നു, എക്കണോമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത പോയിന്റോ, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ഫോർമുലേറ്റ് സ്യൂട്ടബിൾ എക്കണോമിക് പോളിസീസ്. സ്യൂട്ടബിളായ എക്കണോമിക് പോളിസീസ്
അത് നിർമ്മാണത്തിലേക്ക് വരുത്താൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. അഞ്ചാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഫൈൻഡിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് എക്കണോമിക് ഫാക്ടേഴ്സ്. വ്യത്യസ്തമായ എക്കണോമിക് ഫാക്ടേഴ്സിൻ്റെ റിലേഷൻഷിപ്പിനെ കണ്ടുപിടിക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ട്രെൻഡ്സ് ആൻഡ് ചേഞ്ചസ് ഇൻ ദി എക്കോണമി. എക്കോണമിയിൽ വരുന്ന ഫ്യൂച്ചറിൽ വരുന്ന മാറ്റങ്ങളും അതിനെക്കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. എട്ടാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ഫോർമുലേറ്റ് പ്ലാൻസ് ആൻഡ് പോളിസീസ്. പ്ലാൻസും പോളിസീസും ഫോർമുലേറ്റ് ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത ടോപ്പിക്കാണ് ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. 4 ലിമിറ്റേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ലിമിറ്റേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് സ്റ്റഡി ഇൻഡിവിജ്വൽ ഫാക്ട്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഒരിക്കലും ഇൻഡിവിജ്വൽ ഫാക്ട്സ് പഠിക്കുന്നില്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് ഓൺലി വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ മാത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുന്നതെന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റോ, സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് ഗീവ് 100% ആക്യുറേറ്റ് റിസൾട്ട്. 100% കറക്റ്റ് റിസൾട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരിക്കലും തരുന്നില്ല എന്നാണ് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി മിസ്യൂസ്ഡ്. സ്റ്റാറ്റിസ്റ്റിക്സ് ചിലപ്പോൾ ആ ഡേറ്റ മിസ്യൂസ് ചെയ്തെന്നും വരാം. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ലിമിറ്റേഷൻസ്. ഏതൊക്കെയാണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് സ്റ്റഡി ഇൻഡിവിജ്വൽ ഫാക്ട്സ്. രണ്ടാമത്, സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് ഡീൽ വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് ഗീവ് 100% ആക്യുറേറ്റ് റിസൾട്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി മിസ്യൂസ്ഡ്. സോ ഇത്രയുമാണ് ചാപ്റ്റർ 1 സ്റ്റാറ്റിസ്റ്റിക്സ് ഭാഗത്തു നിന്നുള്ള ഫോക്കസ് ചെയ്ത ടോപ്പിക്സ്. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.